ഗുഡ് മോർണിംഗ്. അങ്ങനെ ഇന്ന് നമ്മൾ പാക്കിങ്ങിലാണ് കേട്ടോ. ഇന്ന് നാട്ടിലേക്ക് പോവാണ്. അതാണ് ഇന്നത്തെ വിശേഷം. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു അല്ലേ, ഒന്നും പറയാതെ പെട്ടെന്ന് എങ്ങനെ പോവാന്നുള്ളത്. അപ്പോൾ ആക്ച്വലി ഇത് നമ്മൾ മുന്നേ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അപ്പോൾ സംഭവം എന്താണ് വിശേഷം എന്ന് വെച്ചാൽ, അമ്മയുടെ 60ാമത്തെ പിറന്നാളാണ്. അപ്പോൾ അത് ആഘോഷിക്കാൻ വേണ്ടി നമ്മൾ നാട്ടിലേക്ക് പോവാണ്. ഗീതൊക്കെ അവിടെ നിന്ന് വരും. അപ്പോൾ അത്യാവശ്യം കുറച്ച് ഗംഭീരമായിട്ട് നടത്താം എന്ന് വിചാരിച്ചു. നമ്മുടെ 60ാമത്തെയൊക്കെ പിറന്നാളല്ലേ, കുറച്ച് അടിപൊളിയായിട്ട് നടത്താം. ഞാനും ഗീതും കൂടിയിട്ട് ഈ പറഞ്ഞ പോലെ ഒരു 5-6 മാസം മുന്നേ തന്നെ പ്ലാൻ ചെയ്ത് ഒക്കെ സെറ്റാക്കി വെച്ച്, ടിക്കറ്റൊക്കെ നമ്മൾ 3-4 മാസം മുന്നേ തന്നെ ബുക്കൊക്കെ ചെയ്ത്, നമുക്ക് മുന്നേ തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചൊരു സംഭവമായിരുന്നു. അല്ലാതെ പെട്ടെന്ന് നമ്മളിങ്ങനെ പോണതല്ല കേട്ടോ. അപ്പോൾ ഇന്നാണ് ആ പോകുന്ന ഡേറ്റ്. ദിവാലിയുടെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് സ്കൂൾ തുറന്നപ്പോഴാണ് നമ്മുടെ പിറന്നാൾ നവംബർ 1. നല്ല ഡേറ്റാണ് നമ്മുടെ ബർത്ത്ഡേ എന്ന് പറയുന്നത്. ഡേറ്റ് ഓഫ് ബർത്ത് നവംബർ 1 ആണ്. കേരളപ്പിറവിയുടെ അന്നാണ് അമ്മ ജനിച്ചത്. അപ്പോൾ അന്നാണ് നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. അതിൻ്റെ ഒരു തലേ ദിവസം, അതിൻ്റെ 2 ദിവസം മുന്നേ ആണ്, അതായത് 31-ാം തീയതി, നാളെയാണ് പിറന്നാൾ വരുന്നത്. അപ്പോൾ പിറന്നാളാണല്ലോ നമ്മൾ ആഘോഷിക്കുക. അപ്പോൾ ഗ്രാൻഡായിട്ട് നവംബർ 1 ആഘോഷിക്കുന്നുണ്ട്. നമ്മൾ ഫാമിലി മെമ്പേഴ്സ് മാത്രമായിട്ട് പിറന്നാളും ആഘോഷിക്കുന്നുണ്ട്. അങ്ങനെ 2 ഗംഭീര സെലിബ്രേഷന് വേണ്ടി നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇന്ന് രാത്രിയാണ് ഫ്ലൈറ്റ്. ഒരു 8-8:45 ഫ്ലൈറ്റ്. അപ്പോൾ ഇവിടുന്ന് നമ്മളൊരു ഈവനിങ് ആകുമ്പോൾ ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഫൈനൽ പാക്കിങ്ങിലാണ് കേട്ടോ. ഇന്നലെ രാത്രിയാണ് പെട്ടിയൊക്കെ പാക്ക് ചെയ്യാൻ തുടങ്ങിയത് തന്നെ, കാരണം ഓഫീസും സ്കൂളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഓൾമോസ്റ്റ് സെറ്റായി. ഇനി എന്തൊക്കെയാണെന്നുള്ള, ഇപ്പം പണ്ടത്തെ പോലെ അല്ലേ, പോകുമ്പോൾ കുറേ അധികം പരിപാടികളുണ്ട്. നമ്മുടെ ചെടികളൊക്കെ എന്ത് ചെയ്യും, പണ്ടാണെങ്കിൽ അങ്ങനെ ഇട്ടറിയുക. ഇതിപ്പോൾ പെറ്റ് പോലത്തെ അല്ലേ, ചെടികളുള്ളതുകൊണ്ട് ഇതിലൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ച് വെള്ളം നനയ്ക്കാൻ ആളെ ഏൽപ്പിച്ച് കുറച്ച് പണിയുണ്ട്. ഇതൊക്കെ നമ്മൾ ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതെന്താണെന്നുള്ളത് എന്തായാലും പിറന്നാളിന് അമ്മയ്ക്ക് കൊടുക്കുമ്പോൾ കാണിച്ചു തരാം. ഇതായിരിക്കും ഒരുപക്ഷെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഞാൻ വിചാരിക്കുന്നു കേട്ടോ. സംഭവം എന്തായാലും ഞങ്ങൾക്ക് 2 പേർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഗിഫ്റ്റാണ്. സോ എന്താണെന്നുള്ളത് നമ്മളെന്തായാലും ഇതിപ്പോൾ കാണിക്കാൻ പറ്റില്ലല്ലോ. ഇത് അമ്മയ്ക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് കാണിക്കാം. ഇത് കുറേ കാലമായിട്ടുള്ളൊരു ഗിഫ്റ്റിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ പാക്ക് ചെയ്യുക. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ എല്ലാ ലാപ്ടോപ്പ് സാധനങ്ങളും, നമ്മൾ പോണത് വെറും ഒരാഴ്ചക്കാണ്. ഒരാഴ്ച എന്ന് പറയുമ്പോൾ അതിൽ സാറ്റർഡേ സൺഡേയും കൂടെ വരുന്ന കാരണം ഒരു 3 ഡേയ്സ് ലീവാണ് നമ്മൾ എടുക്കുന്നുള്ളൂ. കാരണം ഓഫീസും സ്കൂളും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് ലീവ് എടുക്കാൻ പറ്റില്ല. പക്ഷേ എന്തായാലും ഈ ഒരു പിറന്നാളെന്ന് പറയുന്നത് 60th ബർത്ത്ഡേ എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മൾ ഗംഭീരമായിട്ട് ആഘോഷിക്കണം. ഞാൻ എപ്പോഴും പറയില്ല, എനിക്കിങ്ങനെ ആഘോഷങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ അച്ഛൻ്റെ 60ാം പിറന്നാളും അതിഗംഭീരമായിട്ട് തന്നെ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് നമുക്ക് വ്ളോഗൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ട് തോന്നുന്നു, നല്ല രസമായിരുന്നു. ഈവനിങ്ങിലൊക്കെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ആഘോഷിച്ചു. പക്ഷെ ചാനലൊന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുപോലെ അമ്മയുടെയും അടിപൊളിയായിട്ട് ആഘോഷിക്കണം എന്ന് ഞാനും ഗീതും പ്ലാൻ ചെയ്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെ, അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ വഴിയെ പറയാം. ഇപ്പം നമ്മൾ എന്തായാലും ഇപ്പോൾ സമയം 11:30. ഇനിയിപ്പോൾ അധികം പണിയൊന്നുമില്ല. ഉച്ചക്കലത്തെ ലഞ്ച് ഉണ്ടാക്കണം. പാക്കിംഗ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട് ധൃതി പിടിച്ച് ഓടിപ്പോയി ചടപടയെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. യെസ്, അതിൻ്റെ തുളസിയൊക്കെ നന്നായി പച്ച പിടിച്ച് വന്ന സമയമാണ്. അപ്പം അതിനൊന്ന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാൻ. അപ്പം നമുക്കിവിടെ സഹായിക്കാൻ വരുന്ന കുട്ടിയുണ്ട്. അപ്പോൾ അവരെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തോളും എവറി 2 ഡേയ്സ്. അധികമൊന്നും ഇല്ലല്ലോ, ഒരൊറ്റ ആഴ്ചക്കേ ഉള്ളൂ. അപ്പോൾ ഒരു 2 ദിവസം എന്തായാലും വെള്ളം ഒഴിക്കണം. ചിലതൊക്കെ ഇങ്ങനെ വാടി തുടങ്ങുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ നല്ല ചൂടുമാണ്. അപ്പോൾ അതാണ് പരിപാടി. അപ്പോൾ അതൊക്കെ നോക്കണമല്ലോ. പിന്നെ അവിടെ കിളിക്കുട്ടികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെള്ളം അതിനിങ്ങനെ രമേശേട്ടൻ ഇങ്ങനെ ബോട്ടിലിൽ ഇങ്ങനെ കുറച്ച് വെള്ളമാക്കിയിട്ട് ഇങ്ങനെ ആ ചെടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ അത് അവിടെ തന്നെ വെയിലും അല്ലേ. അപ്പോൾ മഴ പെയ്യുന്നുണ്ട് ചില ദിവസമൊക്കെ വൈകുന്നേരം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഈവനിങ് നല്ല മഴ പെയ്തു. അപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ല. അതല്ലെങ്കിൽ വിചാരിച്ച് പ്ലാസ്റ്റിക് ബോട്ടിൽ ഇങ്ങനെ കുറച്ച് ഡ്രോപ്പായിട്ട് വീണാൽ അത് വലിയ സക്സസ് ഒന്നല്ല എന്നാണ് പറയുന്നത്. എന്നാലും നമ്മുടെ സമാധാനത്തെ നമ്മളവിടെ വെച്ചിട്ടുണ്ട്. കിളിക്കുട്ടികളൊക്കെ ഉള്ളതല്ലേ. അങ്ങനെ യെസ്, ഈ ഒരു ചെടി മാത്രം നമുക്ക് പുറത്തേക്ക് കൊണ്ടുവയ്ക്കാൻ ഒരു ഓപ്ഷനും ഇല്ല കേട്ടോ. കാരണം ഇതിൽ കുഞ്ഞിക്കിളികൾ ഉണ്ട്. നമ്മളന്ന് പറയില്ലേ, കിളി കൂട് കൂട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ അതിൽ 2 കുഞ്ഞിക്കിളികൾ ഉണ്ടായിട്ടുണ്ട്. നല്ല ഇല കൊഴിയുണ്ട് കേട്ടോ. നോക്കിയ നില മുഴുവൻ ഫുൾ. ബാക്കിയുള്ളതൊക്കെ നമ്മൾ കൊണ്ടുവച്ചു. ഇത് നമുക്ക് കൊണ്ടുവയ്ക്കാൻ പറ്റില്ല. എല്ലാവരും പാക്കിംഗ് എടുത്തുമ്പോൾ ഒരാള് മൂവി ഡൗൺലോഡ് ചെയ്യാം. നാട്ടിലെത്തി കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല സുഖമാണ്. പക്ഷെ പോണ ജേർണി നമ്മളൊന്ന് എൻജോയ് ചെയ്യണം. അപ്പൊ നമുക്ക് വല്ലതും വേണ്ടേ.
ഇപ്പം അങ്ങോട്ട് ഇനി ഇവിടുത്തെ കാറ് കയറി അപ്പം തുടങ്ങും ഇരുന്ന് മൂവി കാണല്. നാട്ടിൽ ലാൻഡ് ചെയ്യണവരെ അത് ഡൗൺലോഡ് ചെയ്യലാണ്. അത് അവള് ഡൗൺലോഡ് ചെയ്യല, എല്ലാവർക്കും ഡൗൺലോഡ് ചെയ്ത് കൊടുക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മൂവീസ് ഡൗൺലോഡ് ചെയ്യല്. ഞാൻ ചെയ്തുതരാം. സ്വപ്ന ഏതാ മൂവി കണ്ടെന്നുള്ളത്? പാട്ട് മാത്രം പാട്ട് കണ്ടോ? എനിക്ക് ടെൻഷനല്ലേ ഫ്ലൈറ്റ് കയറുമ്പോ. അപ്പൊ എനിക്ക് മൂവി ഒന്നും മനസ്സിൽ കാണാൻ പറ്റില്ല കാണാൻ. അപ്പൊ ആ സമാധാനത്തിന് കണ്ണടച്ചിരുന്ന് നല്ല പാട്ട് കേൾക്കണം. അപ്പൊ ഒരു സമാധാനം. അപ്പൊ അതുകൊണ്ട് ഞാൻ നല്ല പാട്ട് ഡൗൺലോഡ് ഒന്നും ചെയ്താലറിയാം. എല്ലാ പ്രാവശ്യം ഞാൻ നോക്കും 10 കൊല്ലം മുന്നത്തെ അതേ പാട്ടുകൾ തന്നെ ആയിരിക്കും. ഇപ്രാവശ്യം കാന്താരയിലൊക്കെ പാട്ട് വേണം കേട്ടോ. ചെയ്തു തരണേ, പറ്റിക്കരുത്. ഏതാ മിത്തു ഏതാ മൂവി? ഞാൻ ഒന്ന് ക്രിഷ് 3 ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ക്രിഷ് 3യോ? ഞാൻ ക്രിഷ് കണ്ടിട്ടിലേക്ക് ഓർമ്മയില്ല, കണ്ടുണ്ട്. കഴിഞ്ഞിട്ടിപ്പോ ഏതാ വേറെ ഏതാ ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം. അമ്മയ്ക്ക് കോഞ്ചറാങ് കൊടുത്തേ. ഞാൻ അമ്മോട് പറഞ്ഞു അമ്മയ്ക്ക് പ്ലെയിനിന്റെ ഓൾറെഡി ഒരു പേടിയുണ്ട്. അപ്പൊ ആ പേടിനേക്കാൾ ഒരു വലിയ പേടി കിട്ടിക്കഴിഞ്ഞാൽ ആ പേടി മറക്കില്ലേ? അല്ലേ? അപ്പൊ വലിയൊരു ഹൊറർ മൂവി ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ സുഖല്ലേ? അപ്പൊ കോഞ്ചറിങ് 4 ആക്ച്വലി ഞാൻ ട്രൈ ചെയ്തതാ. പക്ഷെ എനിക്ക് പ്ലെയിനിലൊക്കെ ഹൊറർ മൂവി കണ്ട ചിരിയാണ് വരിക. കാരണം എനിക്ക് പ്ലെയിനിനേക്കാളും വലിയ പേടിയൊന്നും ഹൊററിനോട് തോന്നാറില്ല. എനിക്ക് ഹൊറർ മൂവി ഒക്കെ പുച്ഛമായിട്ടാണ് തോന്നാറ് പ്ലെയിനിൽ കാണുമ്പോ. അതുകൊണ്ട് ഞാൻ അതിൽ അപ്പൊ എനിക്ക് എപ്പോഴും ഞാനൊരു ദൈവികമായ പാട്ടുകളോ അല്ലെങ്കിൽ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് പാട്ടുകളൊക്കെയാണ് ഞാൻ എപ്പോഴും കുറെ പ്ലേലിസ്റ്റ് ഉണ്ട്. അങ്ങനത്തെ വെച്ചിട്ട് സമാധാനമായിട്ടാണ് ഞാൻ ഇരിക്കാറ്. ഇപ്പോഴാണെങ്കിൽ മഴയും പറയും വേണ്ട, നല്ല ടെർബുലൻസ് ആയിരിക്കും. അതൊക്കെയാണ് ഇപ്പം എൻ്റെ ടെൻഷൻ മുഴുവൻ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ. ദൈവമേ ഇന്നിപ്പോൾ ടെർബുലൻസ് ആയിരിക്കുമല്ലോ എങ്ങനെ. അത് ഇവിടെയും ഉച്ചയ്ക്ക് ശേഷം ഇപ്പോൾ മഴ തുടങ്ങുന്നുണ്ടേ. അപ്പോൾ അതും ഇവിടുത്തെ മഴയും അവിടുത്തെ മഴയും എല്ലാം കൂടെ മഴ നിന്നാൽ മതിയിരുന്നു എന്നുള്ളതാണ്. ഇന്നലെ വരെ മഴയാണെന്നാണ് പറഞ്ഞത്. ഇന്നിപ്പോൾ ഒന്ന് ഭേദമായ രക്ഷപ്പെട്ടു. അങ്ങനെ പിന്നെ നെടുമ്പാശ്ശേരി എയർപോർട്ട് ആയപ്പോൾ ഒരു സമാധാനമുണ്ട്. റൺവേ കുറച്ച് നീളമുണ്ടല്ലോ. ഇതാണ് ഇപ്പോൾ ഇവിടെ എന്നും അടിയിട്ടോ. അതായത് നമ്മളിപ്പോൾ ഞാൻ കുറേ കാലമായിട്ട് കഴിക്കുന്നതാണ്. അപ്പം മിത്തുക്കുട്ടിക്കും കൊടുക്കുന്നുണ്ട്. പംകിൻ സീഡ്സ് ഇല്ലേ, നമ്മുടെ മത്തൻ്റെ കുരു, അത് ഇങ്ങനെ റോസ്റ്റഡ് പംകിൻ സീഡ്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. എല്ലാ ടൈപ്പ് ഓഫ് സീഡ്സും കിട്ടും. അങ്ങനെ എല്ലാ ടൈപ്പ് ഓഫ് സീഡ്സും കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്നെങ്കിൽ ലഡു പോലെയൊക്കെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ കഴിക്കാം. അപ്പോൾ അത് കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഭയങ്കര നല്ലതാണ് ഈ പംകിൻ സീഡ്സ് കേട്ടോ. അപ്പം നമുക്കും അതെ, ഡെയിലി ഒരു ടീസ്പൂൺ കഴിച്ചാൽ മതി. നല്ല ഒരു സംഭവമാണ്, ഭയങ്കര ഹെൽത്തിയാണ്. അങ്ങനെ കുറേ സീഡുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനിപ്പോൾ പോയി വന്നിട്ട് വേണം ചെയ്യാൻ. എല്ലാം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് കുറച്ച് ഡേറ്റ്സ് ഇട്ടിട്ട് ലഡു പോലെ ഉണ്ടാക്കിയാലും നല്ലതാണ്. അല്ലെങ്കിൽ എനിക്കിത് വെറുതെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടം. പണ്ട് നമ്മൾ വീട്ടിലൊക്കെ ഈ മത്തൻ്റെ കുരു ഈ ഇതിലിടും, എന്താ പറയുക, കനലിലിടും. ഈ എന്താണ് ചക്കരക്കിഴങ്ങല്ലേ, അത് ഇങ്ങനെ ചെയ്യണതിൻ്റെ ഇടയിൽ അതും കൂടെ ഇട്ടിട്ട് അത് ഭയങ്കര ടേസ്റ്റ്. അത് ആ കനലിൽ നിന്ന് ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ്. അതിന് ശേഷം ഞാനിപ്പോൾ അടുത്താണ് ഈ സാധനം മത്തൻ്റെ കുരു ചുട്ടത്. ഭയങ്കര ടേസ്റ്റാണ്. പണ്ട് നമ്മളെപ്പോഴും വീട്ടിൽ കഴിച്ചിട്ടുണ്ടാവും. അപ്പം അതുപോലെ അത് ചുട്ടതല്ല, ഇതിങ്ങനെ റോസ്റ്റ് ചെയ്തു. അപ്പം അതിന് നല്ല ടേസ്റ്റാണ്. മിത്തുവിന് വലിയ ഇഷ്ടമല്ല, പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമാണ്. എന്നാലും മിത്തുവിന് ഞാൻ നിർബന്ധിച്ച് ഒരു സ്പൂൺ ഡെയിലി കൊടുത്തു. അപ്പം നമ്മുടെ നാട്ടിലേക്ക് പോകുമ്പോൾ എന്തായാലും മറക്കരുത് ഈ പറഞ്ഞ പോലെ ഗിഫ്റ്റ് ആയാലോ അല്ലെങ്കിൽ പിന്നെ ഓരോ സാധനങ്ങൾ. അപ്പം അങ്ങനെ നിർബന്ധമായിട്ട് കൊണ്ടുപോകേണ്ട, മറക്കാൻ പാടാത്ത സാധനങ്ങളാണ് നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കും. എന്നിട്ട് ലാസ്റ്റ് പോണതിൻ്റെ ജസ്റ്റ് മുന്നേ രമേശേട്ടൻ ഒന്നും കൂടി ഇത് ചെക്ക് ചെയ്യും. ബാക്കി ഇപ്പം മറന്നാലും കുഴപ്പമില്ല, ഇത് മറക്കരുത് വെച്ചിട്ട് ആദ്യം മുതലേ നമ്മൾ അങ്ങനെ എഴുതി വെക്കും കേട്ടോ. ഫ്രിഡ്ജ് എന്താ പറയുക, ഞാൻ ഓഫ് ചെയ്തിടാറില്ല. കാരണം ഫ്രിഡ്ജിൽ അത്യാവശ്യം നമ്മൾ വെറും 1 വീക്കിനാണ്. അതങ്ങോട്ട് പോന്നോട്ടെ, ഞാൻ കഴിക്കാം. ഞാൻ കഴിച്ചിട്ട് കുറച്ച് ബാക്കി വെച്ചതാ. അവക്കാഡോ ബനാന ആൽമണ്ട് ഷേക്ക്, രമേശേട്ടൻ്റെ പ്രീ വർക്ക്ഔട്ട് സ്മൂത്തിയും എൻ്റെ പോസ്റ്റ് വർക്ക്ഔട്ട് പോലെയല്ല, ബ്രേക്ക്ഫാസ്റ്റ്. ഞങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടോ? ഇത് ഫുൾ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇന്ന് ദോശ കണ്ടപ്പോഴേ ടോവിനോ തോമസിന്റെ ഒരു ഇന്റർവ്യൂവിൽ കണ്ടതാണ്. ഭക്ഷണം വിശപ്പല്ല. എനിക്ക് ടോവിനോ തോമസിനോട് ചോദിച്ചതാ ഭക്ഷണത്തെ പറ്റി ചോദിച്ചപ്പോൾ, എനിക്ക് വിശപ്പല്ല പ്രശ്നം, എനിക്ക് ഭക്ഷണത്തിനോടുള്ള ആർത്തിയാണ് പ്രശ്നം എന്ന് പറഞ്ഞത്. അതായത് ഒരു ദിവസം മുഴുവൻ എനിക്ക് ഭക്ഷണം കഴിക്കാതിരിക്കാം, പക്ഷെ എനിക്കൊരു ബിരിയാണിയോ നല്ല ഫുഡോ കണ്ടാൽ ഞാൻ വയറ് നിറച്ച് കഴിക്കും. അതായത് ആർത്തിയാണ് എൻ്റെ പ്രശ്നം എന്ന് പറയില്ലേ. അതെൻ്റെ ഫ്രണ്ട് എനിക്ക് അയച്ചെന്നു, ഇത് നിനക്കുള്ളതാണെന്ന് പറഞ്ഞിട്ട്. സത്യമാണ്. കാരണം എനിക്കും വിശപ്പല്ല പ്രശ്നം, എനിക്ക് ആർത്തിയാണ് പ്രശ്നം. സാധാരണ ഞാൻ ദിവസം ഇങ്ങനത്തെ ഫുഡുകളാണ് കഴിക്കാറ്. പക്ഷെ ഇന്നിപ്പോൾ അത് ഇവർ ലീവുള്ള ദിവസമാണ് ഞാൻ ദോശയോ ഇഡ്ഡലിയോ അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ, അല്ലെങ്കിൽ ചപ്പാത്തി ഓട്സ് അങ്ങനത്തെ ഒക്കെ അല്ലേ.
അപ്പം അങ്ങനത്തെ ദിവസമൊന്നും എനിക്ക് വിശപ്പില്ല. ഒരു ദിവസം മുഴുവനെ ഞാൻ ഒരു ചപ്പാത്തിയും ഈ സ്മൂത്തിയിലും ഞാൻ തീർക്കും. ഇവർ ലീവുള്ള ദിവസമോ ഇവർക്ക് എന്തെങ്കിലും നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ദിവസമോ ആർത്തി. അതുകൊണ്ട് ഞാൻ ഇന്ന് നല്ല നെയ്റോസ്റ്റും ചട്നിയും പൊടിയും ഒക്കെ കൂടെ കണ്ടപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്ന സ്മൂത്തി ഞാൻ 1/4 ഭാഗം കഴിച്ചിട്ട് ബാക്കി ദോശ കഴിച്ചു ആർത്തി മൂത്തിട്ട്. അപ്പോൾ രംഷേട്ടനെ ഞാനിത് കൊടുക്കാമെന്ന് പറയാം. രംഷേട്ടൻ അത് തന്നെ താപ്പ് എന്ന് വിചാരിച്ചാൽ നീ ദോശ കഴിച്ചോ ഇത് തന്നോ എന്ന് പറഞ്ഞിട്ട്. ഇത് ഓൾറെഡി ഒരു ഗ്ലാസ് കുടിച്ചിട്ടാണ് വർക്കൗട്ടിന് പോയത് കേട്ടോ. അപ്പോൾ എൻ്റെ വിഷയം മീൻസ് ആർത്തി. ഇതുപോലെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. എനിക്ക് നല്ല ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ദിവസം മുഴുവൻ പട്ടിണി കിടന്നാലും എനിക്ക് വലിയ വിശപ്പൊന്നും ഉണ്ടാവില്ല. ഫ്രിഡ്ജ് ഞാൻ ഓഫ് ചെയ്യാറില്ല. ഒരു വീക്കിനൊക്കെയാണ് പോണത്, അല്ലെങ്കിൽ ഒരു വീക്കിനല്ല, ഒരു മാസമാണെങ്കിലും ഞാൻ അങ്ങനെ ഓഫ് ചെയ്യാറില്ല. കണ്ടിന്യൂസ് ഒക്കെ കുറേ അങ്ങനെ പോകുമ്പോൾ മാത്രം. കാരണം ഈ ഫ്രിഡ്ജിൽ ഒരുപാട് സാധനങ്ങൾ, സോസ് ആയാലും സാധനങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാം നമ്മൾ വരുമ്പോഴേക്കും എങ്ങനെ നോക്കിയാലും നാശമായി പോകും. അപ്പോൾ അത് ഓഫ് ചെയ്യാതിരിക്കുകയാണ് ബുദ്ധി. കുറേ കാലത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ വേണമെങ്കിൽ ഇത് മൊത്തം ക്ലീൻ ചെയ്ത് ഇതിൽ കുരുമുളകൊക്കെ ഇട്ട് വെച്ച് ആ സ്മെല്ല് വരാതിരിക്കാൻ നല്ലതാണ് കുരുമുളക് ഇട്ട് വെക്കുന്നത്. പക്ഷെ അത്രയും നന്നായി ക്ലീൻ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാനൊന്നും ചെയ്യണില്ല. യെസ്, ഇനി അടുക്കളയൊക്കെ വൃത്തിയാക്കി ലഞ്ചും കൂടെ ഉണ്ടാക്കേണ്ടത് എന്തെങ്കിലും തട്ടിക്കൂട്ടായിരിക്കും മിക്കവാറും. നല്ല പുലാവ്, എപ്പോഴുള്ള തട്ടിക്കൂട്ടാണ് പുലാവ്. സോയയും കുറച്ച് മട്ടറൊക്കെ ഇട്ടിട്ട് ഒരു പുലാവ് ഉച്ചയ്ക്ക്. കാരണം ഒരു 4 മണിയാകുമ്പോഴേക്കും നമുക്ക് ഇറങ്ങണ്ടേ. ഇന്ന് ഇനിയിപ്പോൾ ഫുഡ് ഉണ്ടാക്കാനുള്ള ഇൻട്രസ്റ്റ് ഇല്ല. പോവാ റെഡി? ഓ ആരാണ് ദൈവമേ ഈ ചൂടത്തെ സ്വെറ്റ് ഷർട്ട് എയർപോർട്ടിലേക്ക് വേണ്ടി ഇട്ടതാണ് കേട്ടോ. 5 ദിവസത്തേക്കാണെങ്കിലും പാക്കിംഗ് കണ്ട 1.5 മാസം. വീട്ടിൽ നിന്ന് ആട്ടുകളാവോ ഇത്രയും പെട്ടി? എന്തിനാണ്? ഒന്നുമില്ല, ഇതിൽ വെറും ഡ്രസ്സുകൾ മാത്രമേ ഉള്ളൂ. അതാണ് അതിന്റെ ഏറ്റവും രസം. അമ്മ പറഞ്ഞു നാട്ടിൽ നല്ല പെരുമഴയാണെന്ന്. അപ്പൊ 5 ദിവസം തിരുമ്പി ഉണങ്ങുന്നെന്ന് തോന്നുന്നില്ല. അപ്പൊ എല്ലാ ദിവസത്തേക്കുള്ള ഡ്രസ്സ് അങ്ങോട്ട് എടുത്തു. നല്ല അതാണ് സംഭവം. കാരണം ഡ്രസ്സ് ഉണങ്ങിയില്ലെങ്കിൽ ഇടാതിരിക്കാൻ പറ്റില്ലല്ലോ. രംഷന്റെ ഫുൾ ബാഗാ. ഈ ഫുൾ ബാഗ് രംഷന്റെ പോരെ. ഇതില് ഡ്രസ്സ് എടുക്കാത്ത ഒരേ ഒരാൾ ഞാനാ. 2 ഡ്രസ്സേ ഉള്ളൂ. കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോ ഡ്രസ്സുകളൊക്കെ നാട്ടിൽ വെച്ചിട്ടാ പോകുന്നത്. എന്തൊക്കെ കുത്തി തിരികുന്നുണ്ട്. അത് ബാഗിലൊന്നും സ്ഥലമില്ലാണ്ട് പോലെ എന്റെ പോക്കറ്റിലേക്ക് കുത്തി തിരികെ ഈശ്വരാ പിറന്നാളുടെ സാരി എടുത്തിട്ടുണ്ടാവണേ. അവസാനം സാരി ഇന്നലെ രാത്രി 10 മണിക്കാട്ടോ അയൺ ചെയ്ത് കിട്ടിയത്. പറയണ്ട. എൻ്റെ ആസ് യൂഷ്വൽ ഇതേ ഡ്രസ്സ് ഞാനിപ്പോൾ ഒരുവിധം എല്ലാ എയർപോർട്ട് ലുക്കിലും മൊത്തം ഞാനിപ്പോൾ തായ്ലൻഡ് പോയതിൻ്റെ ഇത് തന്നെയാണ്. നമുക്കില്ലേ ചില ഡ്രസ്സുകൾ നമുക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ പിന്നെ എന്നും നമ്മൾ ആ ഡ്രസ്സ് ഇടുന്ന പറയണ പോലെയാണ് എൻ്റെ ഒരു അവസ്ഥ. ഇപ്പം സിനിമയ്ക്ക് പോവുകയാണെങ്കിലും ഷോപ്പിംഗ് മാളിൽ പോവുകയാണെങ്കിലും എന്താ പറയുക എയർപോർട്ടിൽ പോവുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഡ്രസ്സ് മാത്രമാവും നിങ്ങളിപ്പോൾ എൻ്റെ വ്ളോഗിൽ കാണുന്നുണ്ടാവുക. ഈ ജീൻസും ഈ ടോപ്പും നമ്മൾ തായ്ലൻഡിൽ നിന്ന് വാങ്ങിയത് കേട്ടോ. ഇപ്പോൾ തോന്നാൻ ശരിക്കും ഇങ്ങനത്തെ ഒരു 4-5 ടോപ്പ്, കാരണം നല്ല മെറ്റീരിയൽ, ഇതൊന്നേ വാങ്ങിയുള്ളൂ. അതിങ്ങനെ ഇങ്ങനെ ആലോചിക്കാം. പക്ഷെ എന്താ ചെയ്യുക, വേറെ ഒക്കെ എടുത്തിട്ട് നോക്കി. എന്നാലും അവസാനം ആകുമ്പോൾ ഇത് നല്ല സുഖമുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇത് തന്നെ ഇട്ടു. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഇതിൻ്റെ ഒന്നും കാണിക്കില്ല ഔട്ട്ഫിറ്റ് ഒന്നും. അപ്പം നമുക്ക് പോവാം. ഞങ്ങൾ ഓൺ ദ വേ ടു എയർപോർട്ടാണ്. നമ്മൾ വീട്ടിൽ നിന്ന് പറഞ്ഞ പോലെ 4 മണിക്ക് നേരത്തെ ഇറങ്ങാം. അപ്പോൾ അവിടെ പോയിട്ട് എന്താ പറയുക മഴയാണ്, ട്രാഫിക്കാണ്, പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ്. ഇപ്പം എന്താണ് ഉണ്ടായതെന്ന് വെച്ചാൽ വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് രംഷേട്ടന് പറയാനുള്ളത്? രംഷേട്ടൻ അവിടെ അല്ലേ? രംഷേട്ടൻ ചെവിയിൽ ഇത് വെച്ചിരിക്കുകയാണ്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്നും കൂടെ നോക്കുകയാണ്. ഇത് ഫ്ലൈറ്റ് 8:55 ഫ്ലൈറ്റ്. അപ്പോൾ അവിടെ 10:30 ലാൻഡിങ് എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ നോക്കി. ഇന്നലെ ഇവർ നോക്കി. നമ്മൾ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് ഇന്നിപ്പോൾ നോക്കുമ്പോൾ ഫ്ലൈറ്റ് കൊച്ചിയിൽ ലാൻഡ് ചെയ്തു. അപ്പോൾ നമ്മൾ കോള് വന്നു. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. अब मुझे बता दो कि मुंबई से क्या ऑप्शन है अभी आपके पास? मुझे कालिकट भी चलेगा, कोची भी चलेगा. आपका एप्लीकेशन दिख रहा है रात का टाइम, करेक्ट? आपने ना SMS भेजा है, आपने कॉल नहीं किया है, अभी भी एप्लीकेशन दिख रहा है रात का टाइम. ये क्या चक्कर है यार? ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരുടെ മിസ്റ്റേക്കാണെന്ന് അവർ അക്സെപ്റ്റ് ചെയ്തു. പക്ഷേ സിസ്റ്റത്തിലും കാണിച്ചില്ല അത് എറർ. പക്ഷെ അത് സമ്മതിക്കാം. അറ്റ്ലീസ്റ്റ് വിളിച്ച് പറയുക അല്ലെങ്കിൽ ഒരു SMS അയക്കുക, അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായില്ല. ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു എക്സ്പീരിയൻസ് കേട്ടോ. ഇപ്പോൾ എന്താ ചെയ്യുക വെച്ചാൽ ഒന്നും ചെയ്യാതെ നമ്മൾ എയർപോർട്ടിൽ പോവുകയാണ്. നമുക്ക് അടി ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. ഇന്നിപ്പോൾ
ഒറ്റ ഫ്ലൈറ്റും ഇല്ല. നമ്മൾ ഇത്ര നേരമായിട്ട് ഫ്ലൈറ്റ് നോക്കുമായിരുന്നു. ഇന്നിനി കൊച്ചിക്കും ഇല്ല കോഴിക്കോട്ടേക്കും ഇല്ല. ഉള്ള 2 ഫ്ലൈറ്റ്സ് ഇന്ന് രാത്രി പോയാൽ നാളെ അവിടെ എത്തും. അതായത് 10 hours 13 hours ഒക്കെ ലേ ഓവർ ഉള്ള എയർ ഇന്ത്യ, ഇൻഡിഗോ, സ്പൈസ് ജെറ്റ് ഒക്കെയാണ്. ഒരു രക്ഷയില്ല. ഹലോ ഓക്കെ ഒരു ഓക്കെ ഇല്ല. ഇതിന്റെ മൂഡ് പോയി അറിയില്ലേ. അവര് മിസ്റ്റേക്ക് അവർ അക്സെപ്റ്റ് ചെയ്തു. വലിയ കാര്യമായി മിസ്റ്റേക്ക് ആക്സെപ്റ്റ് ചെയ്തു. ഇനി അടുത്ത പിന്നെന്താ വെച്ചാൽ അവര് തെറ്റ് ചെയ്തു പറഞ്ഞ് നമ്മൾ ഒച്ചമളയും കൂട്ടിയിട്ട് കാര്യമില്ല. അവര് തെറ്റ് ചെയ്തു എന്ന് അവരെ ആക്സെപ്റ്റ് ചെയ്തു. പിന്നെ ഫ്ലൈറ്റ് ഇല്ല, അവരുടെ കയ്യിൽ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. നമുക്ക് ഇന്ന് എത്ര പൈസ കൊടുത്തിട്ട് നമുക്ക് ഫ്ലൈറ്റ് പോകണം എന്ന് വെച്ചാലും ഒരു ഫ്ലൈറ്റും ഇല്ല, ഒരു ഫ്ലൈറ്റ്സും ഇല്ല. നമ്മൾ എല്ലാ ഫ്ലൈറ്റും നോക്കി, ഒരു ഓപ്ഷനും ഇല്ല. ഇനി നാളെ രാവിലെ ഉള്ളൂ. നാളെ രാവിലെ ഏർലി മോർണിംഗിൻ്റെ ഒരു ഫ്ലൈറ്റ് ഉണ്ടെന്ന് ഇപ്പോൾ സംസാരിച്ചപ്പോൾ കിട്ടി. അത് മാത്രമേ നമുക്കൊരു ഓപ്ഷൻ ഉള്ളൂ. അപ്പോഴും നമ്മൾ ലേറ്റ് ആവും വീട്ടിലെത്തി. ബാക്കിയൊക്കെ നമ്മളിപ്പോൾ എയർപോർട്ടിൽ എത്തിയിട്ട് നമുക്ക് എന്താണ് ബാക്കി പരിപാടി. കാരണം വീട്ടിൽ പോയിട്ട് ഇനി ഒരു കാര്യമില്ല. നമ്മൾ ഇനി ഇത്രയും ദൂരം വന്ന് ഇത്രയും ദൂരം വീട്ടിൽ പോയി പിന്നെ രാവിലെ ഏർലി മോർണിംഗ് ഫ്ലൈറ്റ് പിന്നെ രാത്രി തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു അത് വേണ്ട, നമുക്ക് എയർപോർട്ടിൽ പോകാം, അവിടെ ഇരിക്കും. ഇനി ബാക്കി എന്താണെന്ന് മാത്രമല്ല അവിടെ പോയാലാണ് ബാക്കി എന്തൊക്കെയാണ് സംഭവം എന്നുള്ളത്. എനിക്കിത് ഭയങ്കര അത്ഭുതമായി. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാനല്ല ഞങ്ങളെല്ലാവരും അല്ലേ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ്. അതായത് ഒരു കോളില്ല, ഒരു SMS ഇല്ല, വാട്സാപ്പ് മെസ്സേജ് ഇല്ല. അത് മാത്രല്ല അവരുടെ ആപ്ലിക്കേഷനിൽ ഇപ്പോഴും കാണിക്കുന്നത് പുതിയ ഫ്ലൈറ്റ് റീഷെഡ്യൂൾ ചെയ്ത് രാത്രി 8:55 പോവാന്നുള്ള. പക്ഷെ ഫ്ലൈറ്റ് ഇവിടെ എത്തി. ഫ്ലൈറ്റ് പക്ഷെ ലാൻഡ് ചെയ്തു. ഫ്ലൈറ്റ് റീഷെഡ്യൂൾ ചെയ്ത് രാത്രി 9. അതാണ് അവര് ഇപ്പൊ പറഞ്ഞത് അത് തെറ്റാണ്, അവരുടെ അടുത്തൊരു സിസ്റ്റം ഗ്ലിച്ചാണ്, സോറി ഭയങ്കര കാര്യം. അപ്പൊ അവര് 2 ഓപ്ഷൻ പറഞ്ഞു. ഒന്നെങ്കിൽ അവർ ഫുൾ റീഫണ്ട് തരാം, അല്ലെങ്കിൽ വേറെ ഫ്ലൈറ്റിലേക്ക് മാറ്റാം. പക്ഷെ ഒറ്റ പ്രശ്നമുള്ളൂ, ഇന്ന് വേറെ ഫ്ലൈറ്റുകൾ ഒന്നുമില്ല. ഒക്കെ നാളെ രാവിലെ എത്തുന്ന, അതായത് ഒരു 12 മണിക്കൂറൊക്കെ ലേ ഓവർ ഉള്ള ഫ്ലൈറ്റ്സ് ആണ്. അത് നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ല. അയ്യോ ഒന്നും പറയണ്ട, വല്ലാത്തൊരു കഷ്ടം. ഇത്രയും ദിവസം നമ്മൾ എക്സൈറ്റഡ് ആയിരുന്ന് ദിവസം തന്ന പണി. അങ്ങനെയൊക്കെ സംഭവിക്കും. നമ്മള് എപ്പോഴും തയ്യാറായിരിക്കുക. കാരണം എന്താ അറിയോ, നമ്മൾ എന്ത് ബുക്ക് ചെയ്യുമ്പോഴും നമ്മളൊരു ടേംസ് ആൻഡ് കണ്ടീഷൻ എപ്പോഴും ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാറില്ലേ, അതിലിതൊക്കെ പെടും. അപ്പൊ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ നിർത്തില്ല. ഇക്കണക്കിന് വല്ല കല്യാണോ അതൊക്കെ ആയിട്ട് തലേ ദിവസമൊക്കെ ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഒരവസ്ഥ നിങ്ങളൊന്ന് ആലോചിക്കുക. കല്യാണത്തിന് ഉച്ചയ്ക്ക് 12 മണിക്ക് എത്തിയിട്ട് ഇപ്പൊ പിറന്നാളായോണ്ട് സദ്യയെങ്കിലും കഴിക്കാം. ഒരു കല്യാണമാണെങ്കിൽ 12 മണിക്ക്. അതുകൊണ്ട് തന്നെയല്ലേ നമ്മള് ആക്ച്വൽ ഇവന്റിന്റെ 2-3 ദിവസം മുന്നേ എത്തുന്നുണ്ടല്ലോ. നാളെ ചെറിയ പരിപാടി, നാളെ ഇപ്പൊ ചെറിയൊരു പരിപാടിയാണ്. 1-ാം തീയതിയാണ് ഗ്രാൻഡ് ആയിട്ട് നടത്തുന്നത്. ഭാഗ്യം നമ്മൾ ഫ്രൈഡേ ഒന്നും ബുക്ക് ചെയ്യാത്തത്. 1-ാം തീയതി ഗംഭീരമായിരുന്നു. പക്ഷെ എന്നാലും പിറന്നാൾ നാളല്ലേ. അതും ഞാനൊക്കെ കുറെ പ്ലാനൊക്കെ ചെയ്തതായിരുന്നു. അങ്ങനെ ഗീതുമൊക്കെ രാവിലെ 6 മണി ആകുമ്പോഴേക്കും എത്തും. നമ്മളും എത്തും 7 മണിക്ക് പറഞ്ഞിട്ട് കാര്യം. നമ്മൾ എത്തുന്ന സ്ഥലം കൊച്ചി. കോഴിക്കോടാണെങ്കിൽ ഒരു ടെൻഷനും ഇല്ല, കാരണം കോഴിക്കോട് നിന്ന് 1 മണിക്കൂറേ നമ്മുടെ വീട്ടിലേക്കുള്ളൂ. പക്ഷെ കോഴിക്കോട്ടേക്ക് ഫ്ലൈറ്റ് ഇല്ല, അതാണ് പ്രശ്നം. ഫ്ലൈറ്റ് ഇല്ല നാളെ, ഇന്നും ഇല്ല, നാളെ ഇല്ല. നമ്മൾ കുറേ നോക്കി. കോഴിക്കോടാണെങ്കിൽ നമുക്ക് വലിയ ടെൻഷൻ ഇല്ല, പക്ഷേ ഫ്ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ കൊച്ചിക്ക് തന്നെ എടുത്തത്. പിന്നെ ഇപ്പോൾ ഏറ്റവും വലിയ എൻ്റെ ടെൻഷൻ എന്താ വെച്ചാൽ മഴയാണ് നാട്ടിൽ. ഇനിയിപ്പോൾ അത് കാരണം ഇനിയും വല്ല പ്രശ്നം ഉണ്ടാവോ, ഡിലേ ആവോ എന്നൊന്നും അറിയില്ല. എന്തായാലും യോഗം പോലെ ഇരിക്കും. അപ്പോൾ എന്തായാലും ഇതൊക്കെ സംഭവിച്ചു. പക്ഷേ ഇത് നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതെന്ന് വെച്ചാൽ ഇവർ വിളിച്ചു പറഞ്ഞില്ല, ഒരു മെസ്സേജ് പോലും അയക്കില്ല എന്നുള്ളത് ഭയങ്കര വലിയ മിസ്റ്റേക്കാണ് ഇൻഡിഗോന്റെ അടുത്ത് വന്നത്. ചേട്ടാ ഭയങ്കര കാമായിട്ടൊക്കെ സംസാരിക്കുന്നത്. ഇനി 4 മണിയുടെ ടിക്കറ്റ് അവർ ബുക്ക് ചെയ്തതെന്ന് പറഞ്ഞു. നമ്മളിവിടെ എയർപോർട്ടിലെത്തി. നമുക്കിപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് രാവിലെ 4 മണിയുടെ ഫ്ലൈറ്റാണ് കേട്ടോ. ഇപ്പോൾ സമയം ഒരു 7 മണി. അപ്പോൾ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കടത്തില്ല. നമുക്കറിയാലോ, നമുക്ക് ഇത്ര നേരത്തെ ഇത്രയും ലോങ് ഇതിൽ നമുക്ക് എയർപോർട്ടിൻ്റെ അകത്തേക്ക് കടക്കാൻ പറ്റില്ല 4 മണിയുടെ ഫ്ലൈറ്റ് ആകുമ്പോൾ. അത്രയും വലിയൊരു തെറ്റാണ് സത്യം പറഞ്ഞാൽ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. പക്ഷെ അവർ ഭയങ്കര നല്ല രീതിയിലാണ് സംസാരിക്കണമെന്ന് രമേശേട്ടൻ പറയണം. കാരണം അവർ മിസ്റ്റേക്ക് ആക്സെപ്റ്റ് ചെയ്യുന്നു. അവർ ഒരു തരത്തിലും അവർ ഇതാവണില്ല, വളരെ പൊളൈറ്റായിട്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചൂടാവാനും പറ്റില്ല. ഫൈനലി നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എൻട്രി കിട്ടി. വളരെ നല്ല പോലീസുകാരും വളരെ നല്ല സപ്പോർട്ടീവായിട്ടുള്ള ആൾക്കാരും ഉള്ളിലേക്ക് കിട്ടി. ഇനി ബാക്കി എന്താണെന്നുള്ളത് അവിടെ ചെന്ന് കാണാം. അങ്ങനെ നമ്മുടെ ഒരു കുറേ നേരത്തെ സംസാരത്തിന് ശേഷം രമേശേട്ടൻ്റെ ചങ്ക് പായതായി ഉണ്ടാവും. 3 മണിക്കൂറായി സംസാരിക്കുന്നത്. അവരോട് സംസാരിച്ചിട്ട് നമുക്ക് ഒരു ഉള്ളിലേക്ക് എൻട്രി നേരത്തെ തന്നു. അതിലൂടെ സ്നാക്സ് തന്നിട്ടുണ്ട്. അതിൽ പുറത്തുനിന്ന് മീൽസ് ഓർഡർ ചെയ്ത് തരും, അത് തന്നിട്ടുണ്ട്. പക്ഷേ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഇത്രയും നേരം നമ്മളിവിടെ ഇരിക്കണം.
അത് നമ്മൾ അനുഭവിക്കണം. നമ്മുടെ നല്ല സമയമാണോ എന്നുള്ളതാണ്. അല്ല, ഇതിൽ നമ്മൾ തല്ലുകൂടിയിട്ടും ഒച്ചിട്ടിട്ടും കുറച്ചൊക്കെ ഞാൻ ദേഷ്യപ്പെട്ടു. പക്ഷെ വല്ലാതെ നമ്മൾ തല്ലുകൂടിയിട്ടൊരു കാര്യമില്ല. കാരണം എന്താ ചെയ്യാൻ പറ്റും, എന്താ ഓപ്ഷനുള്ളത്? ചിലപ്പോൾ വല്ലാതെ നമ്മൾ ഒച്ചമിളിയെ കൂടി കഴിഞ്ഞാൽ നാളത്തെ ഫ്ലൈറ്റ് പോലും ഇവർ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കാണ് ആവശ്യം. പക്ഷെ ഇത് വല്ലാത്തൊരു, ഞാൻ അവരെ കസ്റ്റമർ ഇതിൽ ഞാൻ കംപ്ലൈൻറ്റ് എടുക്കുന്നുണ്ട്. ഇത് ബാക്കിയുള്ളതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഇങ്ങനൊരു സംഭവം നമ്മൾ ഇത്ര സഫർ ചെയ്യേണ്ടി വന്നതൊക്കെ അതൊക്കെ ഞാൻ ടേക്ക് ഇറ്റ് അപ്പ് ചെയ്യും. ഞാൻ വിശന്നിട്ടും നിന്നിട്ടും തളർന്നു പോയി. നാളെ ഒരു എക്സ്പീരിയൻസ് ഒരു രസമില്ല. ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് അല്ല, എപ്പോഴും ഇങ്ങനെ ഫ്ലോ സ്മൂത്ത് ആയിട്ട് പോലും ഇങ്ങനെ ഫസ്റ്റ് ടൈമാണ് ഇത്. ഇങ്ങനെ ഒരു അതും വല്ലാത്തൊരു അനുഭവിക്കലായിപ്പോയി. ഇന്ന് രാത്രി മുഴുവൻ എയർപോർട്ടിൽ ഇരിക്കുക എന്നുള്ളത് ഒന്നുമില്ല. അവരുടെ അടുത്ത് ഒരു ക്ലാരിറ്റി ഇല്ല. കസ്റ്റമർ കെയർ പറയണത് ഇവിടെ ഉള്ളവർ പറയുന്നത്, ഇവിടെ വന്നപ്പോൾ ഇവർ പറയുന്നത് അതൊക്കെ കസ്റ്റമർ കെയർ നിങ്ങൾ കോൾ സെൻ്ററാണ് തീരുമാനിക്കുക. അതായത് ഇവർക്ക് തമ്മിൽ തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ നേരം പോലെ ഇല്ല. അതൊരു കാര്യം എനിക്ക് വളരെ മോശമായിട്ട് തോന്നി. അതിനുള്ളത് ഞാൻ അവരോട് നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഇനി ഞാനത് ഈ സംഭവം ഞാൻ എസ്കലേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ വരും. ഇതെല്ലാം ഒരു സിസ്റ്റമാണ്. ഈ സിസ്റ്റത്തിൽ പല മിസ്റ്റേക്കുകൾ വരും. അത് ഇന്ന് അനുഭവിക്കുന്നത് നമ്മളായിന്ന് മാത്രമാവും, നാളെ വേറൊരു പാസഞ്ചറാവും. പക്ഷേ ഇവരെ കസ്റ്റമർ കെയർ കുറച്ച് മോശമായി ആ കാര്യത്തിൽ. കാരണം കുറച്ചും കൂടി അവർക്ക് ഡീൽ ചെയ്യായിരുന്നു. കമ്മ്യൂണിക്കേഷൻ അവരെ കറക്റ്റ് അല്ല. ഇത് പലപ്പോഴായിട്ട് ഞാൻ കേൾക്കുന്ന പരാതിയാണ്. എനിക്കിങ്ങനെ ഒരു കിറ്റ് അവർ തന്നിരുന്നു, അതുണ്ടോ? അതെ, വളരെ ഭാഗ്യമാണ്. മീൽസ് വരണവരെ അഡ്ജസ്റ്റ് ചെയ്യാം. അവർ മീൽസ് അറേഞ്ച് ചെയ്തിരുന്നു. ലോഞ്ചിലും പോകാൻ പറ്റില്ല. ലൗഞ്ച് ഇപ്പൊ എന്താ വെച്ചാല് സെക്യൂരിറ്റി ചെക്കിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് നാളത്തെ ടിക്കറ്റ് അല്ലേ ഇത്? 12 മണിക്ക് ചെയ്യാൻ 12 മണിക്ക് ശേഷം അവർ പറ്റുള്ളൂ പറഞ്ഞു. ഭയങ്കര വിഷമായി. ഞാൻ 3 ദിവസം മുന്നേ ആപ്ലിക്കേഷൻ നോക്കിയതാണ് ടൈമിങ്. അതിലും കാണിക്കുന്നത് 8:55. ഇന്ന് വൈകുന്നേരം വരെ 8:55. ഫ്ലൈറ്റ് അവിടെ ലാൻഡ് ആയപ്പോഴും കാണിക്കുന്നത് 8:55. മേക്ക് മൈ ട്രിപ്പാണ്. ഇനി അവർക്കും കൊടുക്കുന്നുണ്ട് ഞാനത്. ബാക്കി രാവിലത്തെ 2 മണിക്കൂർ. നീ ഇന്ന് ചെന്നാലും കിടന്നുറങ്ങിയിട്ട് രാവിലെ 8 മണിക്കല്ലേ നീക്കുള്ളൂ. ഞാൻ പറഞ്ഞിട്ട് ഞാൻ ചെന്നിട്ട് കേക്ക് കട്ട് ചെയ്യാൻ പാടുള്ളൂ. എൻ്റെ സ്വപ്നം നീ വളരെ നേരത്തെ എത്തും. ഡോൺ വറി. ഓ എൻ്റെ അമ്മേ, ഞാൻ ആരെയൊക്കെ ശാന്താക്കണം. എനിക്ക് അവിടെ ശാന്താക്കണം, ഇവിടെ വളരെ പെട്ടെന്ന് ഡെസ്പ് ആവും. അയ്യോ, സ്വപ്പ് കാറിൽ തന്നെ മതി. എനിക്ക് ഇനി പറഞ്ഞാലും വേണ്ട, ഒന്നും വേണ്ട. കാറിൽ നിന്ന് ഭയങ്കര ഡെസ്പായി. അയ്യോ, സ്വപ്പിനെ ശാന്താക്കി എനിക്ക് മതിയായി. തൽക്കാലം അവരെന്നെ ആശ്വസിപ്പിക്കാൻ കുറേ സാധനങ്ങൾ തന്നിട്ട് ഇത് കഴിച്ച് നിർത്തുമ്പോഴേക്കും അടുത്ത മീൽസ് വന്ന് അങ്ങനെ എന്നെ സന്തോഷിപ്പിക്കുകയാണെങ്കിൽ അവിടെ ഓക്കെ. കറക്റ്റ് ടൈമിൽ എത്തിയാൽ മതി. ലൈഫിൽ ഇങ്ങനെയുള്ള പല സിറ്റുവേഷൻ ഉണ്ടാവും. ആ സിറ്റുവേഷൻ അനുസരിച്ച് ജീവിക്കാൻ പഠിക്കണം. മനസ്സിലായോ? കേൾക്കുന്നുണ്ടോ? ഹാപ്പി അല്ലേ? ഇനി മീൽസ് നോക്കിയിട്ട് ബാക്കി ഹാപ്പിനെസ്. ഇതുവരെ സ്ഥിരം പരിപാടി തോന്നുന്നുണ്ട്. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. അപ്പം അത് ലക്ഷക്കണക്കിന് ദിവസം ലോഡ് ഇറക്കുന്നുണ്ടാവും ഇവിടെ. അടുത്തത് എത്തി. എന്തായാലും മിനിറ്റിന് ഓരോന്ന് എത്തുന്നുണ്ട്. ഇൻഡിഗോ അൺബോക്സിങ്. ഇതൊക്കെ തന്ന് പറ്റിക്കാൻ നോക്കുന്നോ? ഇതൊക്കെ കഴിച്ചോടി ഇരിക്കുന്ന പറയുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ എയർപോർട്ടിൽ തന്നെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് ഒന്ന് ഉറങ്ങിയതിന് ശേഷം പിന്നെ സെക്യൂരിറ്റി ചെക്കിൻ്റെ ടൈമായിട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ലോഞ്ചിലൊക്കെ പോകാനുള്ള പരിപാടിയാണ്. കാരണം സെക്യൂരിറ്റി ചെക്കിൻ കഴിഞ്ഞിട്ടാണല്ലോ നമുക്ക് ലോഞ്ചിൽ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതേ ഇവിടെ ഒരാൾ ഡിഫൻഡർ കണ്ടിട്ട് അവിടെ നിൽക്കണം. ഭയങ്കര ഒരു ഡിഫൻഡർ ഫാനാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് നോക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ പറയുമായിരുന്നു, ഇതും കൂടെ നോക്കിയിട്ട് ഇനി അടുത്ത ഫ്ലൈറ്റും കൂടെ മിസ്സായിട്ടുണ്ടെങ്കിൽ അതിനാണ് കേട്ടോ ചിരിക്കുന്നത്. കാരണം നമുക്ക് സെക്യൂരിറ്റി ചെക്കിലൊക്കെ കഴിഞ്ഞ് ലോഞ്ചിലൊക്കെ പോയി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വേണം പിന്നെ ഫ്ലൈറ്റ് കയറാൻ. ഇനി അത് മിസ്സാക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ നെക്സ്റ്റ് ഡേയിലത്തെ രാവിലത്തെ 4:55 ഫ്ലൈറ്റ് തന്നെ നമുക്ക് എടുത്തു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ നേരത്തെ നമുക്ക് എത്താൻ പറ്റുമല്ലോ. കറക്റ്റ് ടൈം പിറന്നാളാകുമ്പോഴേക്കും നമുക്ക് എത്താൻ പറ്റും എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടെ സുഖമായിരുന്നു. അപ്പോൾ ഇത് പറയാനുള്ളത് നമുക്കൊരു എന്താ പറയുക, ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസും ഒരു പുതിയ അനുഭവം കൂടിയാണ്. അത് നിങ്ങളുടെ അടുത്ത് ജസ്റ്റ് ഷെയർ ചെയ്യണം. എന്താ വെച്ചാൽ എന്തെങ്കിലും കാരണവശാൽ ആർക്കെങ്കിലും അത് ഉപകാരമാവുകയാണെങ്കിൽ നല്ലതാണെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ തേർഡ് പാർട്ടി ആപ്പ് ത്രൂ ബുക്ക് ചെയ്യുകയാണെങ്കിൽ, അതായത് നമ്മളെപ്പോഴും മേക്ക് മൈ ട്രിപ്പ് ത്രൂ ആണ് ബുക്ക് ചെയ്യുക. അപ്പോൾ ഈ എയർലൈൻസിന് എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ മേക്ക് മൈ ട്രിപ്പിലൂടെയാണല്ലോ അത് വരിക. അപ്പം നമുക്ക് വന്ന മെയിലാണെങ്കിലും മെസ്സേജ് ആണെങ്കിലും നമുക്ക് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. ഇത് റീസ്കെഡ്യൂൾ ചെയ്തിട്ടുള്ള കാര്യം. പക്ഷെ അതിൽ കാണിച്ചിരുന്നത് എന്താണെന്ന് വെച്ചാൽ ടൈം നമ്മൾ കറക്റ്റ് ബുക്ക് ചെയ്ത അതേ ടൈം തന്നെയാണ്. ജസ്റ്റ് ഒരു ചെറിയ സ്കെഡ്യൂൾ ഡിഫറൻസ് ഉണ്ടെന്ന് കാണിച്ചു. അപ്പോൾ നമ്മൾ
എപ്പോഴും വിചാരിക്കുക എന്താ ഇങ്ങനെ വരുമ്പോൾ ടൈം കറക്റ്റ് ആകുമ്പോൾ നമ്മൾ സാധാരണ വിചാരിക്കുക ഫ്ലൈറ്റിൽ ചേഞ്ച് ഉണ്ട് എന്നുള്ളതാണ് വിചാരിച്ചത്. അല്ലാതെ ടൈമിൽ അത് ചേഞ്ചില്ല, ഫ്ലൈറ്റ് എങ്ങാനും മാറിയിട്ടുണ്ടാവും എന്നുള്ളതുകൊണ്ട് നമ്മൾ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്തില്ല. അങ്ങനെ ഒരിക്കലും വരാറില്ല എന്നുള്ളതാണ് മേക്ക് മൈ ട്രിപ്പ് പറയുന്നത് കേട്ടോ. പക്ഷേ എന്നാലും നമുക്കതൊരു അബദ്ധം പറ്റി. അപ്പോൾ എങ്ങാനും ഇനി പോവുകയാണെങ്കിൽ നമ്മളെപ്പോഴും എയർലൈൻ്റെ വെബ്സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. ഈ മേക്ക് മൈ ട്രിപ്പ് പോലെയുള്ളത് ത്രൂ ബുക്ക് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ നമ്മൾ ഓരോ പ്രാവശ്യം നമ്മൾ ഓരോ എക്സ്പീരിയൻസ് ആണല്ലോ നമുക്ക് അല്ലേ. അങ്ങനെ അതുകൊണ്ട് നമ്മൾ എന്താ പറയുക, കുറച്ച് വിഷമം വന്നു എന്നുണ്ടെങ്കിലും നമുക്ക് നെക്സ്റ്റ് ഡേക്കുള്ള ഫ്ലൈറ്റ് അവർ കറക്റ്റ് ടൈമിൽ ബുക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു 4:55. അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അപ്പോൾ ഈ ഫ്ലൈറ്റ് നമുക്ക് കൊച്ചിക്കാണ്. നമുക്ക് ഇന്നലത്തെ ഫ്ലൈറ്റും കൊച്ചിക്ക് തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ കറക്റ്റ് 7 മണിക്ക് കൊച്ചിയിലെത്തുന്ന രീതിയിലുള്ള ഫ്ലൈറ്റ് ആയിരുന്നു. പിന്നെ കൊച്ചിയിൽ നിന്ന് നമുക്കൊരു 2-2.5 മണിക്കൂർ, ചിലപ്പോൾ നല്ല ട്രാഫിക്കൊക്കെ ആണെങ്കിൽ കൂടുതൽ നേരം എടുക്കാറുണ്ട്. പക്ഷെ രാവിലെ ആയതുകൊണ്ട് അധികം ട്രാഫിക്കൊന്നുമില്ല. അങ്ങനെ നമ്മളിതേ നാട്ടിലെത്തി. അപ്പോഴേക്കും വണ്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ. അപ്പോൾ അതിൽ നമ്മളിതേ പോവുകയാണ് നാട്ടിലേക്ക്. അപ്പോൾ ഇന്നാണ് പിറന്നാൾ. നമ്മൾ തലേദിവസം എത്തുന്നൊക്കെ വിചാരിച്ചിരുന്നു വെച്ചാലും നമുക്ക് കറക്റ്റ് ടൈമിൽ നമ്മളൊരു 9:45 ആകുമ്പോഴേക്കും നമ്മളിതാ വീട്ടിൽ എത്തിയിട്ട് നമ്മുടെ നാട്ടിലെത്തുമ്പോൾ തന്നെ നമുക്കൊരു വല്ലാത്ത ഫീലാണല്ലേ. ഇപ്പോഴാണെങ്കിൽ നാട്ടിൽ നല്ല മഴയും തുലാവർഷവും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് തന്നെ നല്ല പച്ചപ്പും ഹരിതാപയൊക്കെ ആയിരുന്നു. ചൂടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസമാണ് മഴ ഇല്ലാത്തതെന്നാണ് പറഞ്ഞത്. അതിൻ്റെ തലേ ദിവസം വരെയും ഭയങ്കര മഴയായിരുന്നു എന്നാണ് പറഞ്ഞത്. കോരിച്ചൊരിയുന്ന മഴ. ഇതേ ഇവരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു, ഗീതും ജയനും കുട്ടികൾ. അവരൊന്ന് കറങ്ങി ട്രിപ്പ് അടിച്ച് ഒന്ന് കറങ്ങാൻ വന്നതാണ്. രാവിലെ അവരൊരു 6:30 ആകുമ്പോഴേക്കും അവർ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ദേ പിറന്നാളുകാരിയുടെ അടുത്തെത്തി. അവരൊക്കെ എത്തി, എല്ലാവരും റെഡിയായി നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഇനി നമുക്ക് ഗസ്റ്റും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. അപ്പോൾ പിറന്നാളിൻ്റെ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ അടുത്ത വ്ളോഗിൽ എടുക്കാം. ഞാൻ എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ പിറന്നാളിൻ്റെ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു.